അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1406 സൂറത്തുർ റഅദ് 14-15 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹു ദഅവത്തുൽ ഹഖ് والذين يدعون من دونه لا يستجيبون لهم بشيء إلا كباسط قفيه إلى الماء ليبلغ فاه وما هو ببالغه وما دعاء الكافرين إلا في ضلال ولله يسجد من في السماوات والأرض طوعا وكرها وظلالهم بالغدو والآصال. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. له دعوة الحق. അള്ളാഹുവിന് മാത്രമാകുന്നു സത്യനിഷ്ഠമായ ആരാധന. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ അവർ ആരാധന നടത്തുന്ന ദൈവങ്ങൾ. ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഇവർക്ക് യാതൊരു ഉത്തരവും നൽകുന്നില്ല. ഇല്ലാ കബാസത്തി കഫൈഹി ഇലൽ മായി, വെള്ളത്തിലേക്ക് കൈനീട്ടുന്നവന് ലഭിക്കുന്നത് പോലെയുള്ള ഉത്തരമല്ലാതെ. ലിയബ്ലുഗ ഫാഹു, അവന്റെ വായിലേക്ക് ആ വെള്ളം എത്താൻ വേണ്ടി അവൻ കൈനീട്ടുന്നു. ഒമാഹു ബിബാലിഗഹി, ആ വെള്ളം അവന്റെ വായിലേക്ക് എത്തുന്നുമില്ല. ഇതുപോലെയുള്ള ഉത്തരമല്ലാതെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ദൈവങ്ങളിൽ നിന്ന് ആ ആരാധിക്കുന്നവർക്ക് ലഭിക്കുകയില്ല. ഒമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, നിഷേധികളായ ആളുകളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ ആരാധന അത് വഴികേടിൽ മാത്രമാകുന്നു. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളി, അല്ലാഹുവിന് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവർ സുജൂദ് ചെയ്യുന്നു, സാഷ്ടാംഗം നമിക്കുന്നു. തൗഅൻ വകർഹൻ, സ്വമേധയാ അനുസരിച്ചുകൊണ്ടും നിർബന്ധിതമായും. വളിലാലുഹും, അവരുടെ നിഴലുകളും അല്ലാഹുവിന് സാഷ്ടാംഗം നമിക്കുന്നു. ബിൽ ഗുദുവ്വി വൽ ആസാലി, രാവിലെയും വൈകുന്നേരവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ മഹത്വവും അവന്റെ പ്രത്യേകതകളും അവന്റെ ഖുദ്റത്തിന്റെ തെളിവുകളും അനുഗ്രഹങ്ങളുടെ ദാതാവ് അവനാണ്, അവനിൽ നിന്ന് തന്നെയാണ് നമുക്ക് ജീവിതത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത് എന്നിങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ. അതേപോലെ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, അവനാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള ഒട്ടനവധി കാര്യങ്ങൾ നേരത്തെ കഴിഞ്ഞ സൂക്തങ്ങളിൽ അള്ളാഹു തആല വിശദീകരിച്ചുവല്ലോ. അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് ലഹു ദഅവത്തുൽ ഹഖ്, അള്ളാഹുവിന് മാത്രമാണ് സത്യനിഷ്ഠമായിട്ടുള്ള ആരാധന, അഥവാ ആരാധിക്കപ്പെടാനുള്ള അർഹൻ അള്ളാഹു മാത്രമാകുന്നു. കാരണം ഏറ്റവും വലിയ അനുഗ്രഹം ആരിൽ നിന്നാണോ ലഭിക്കുന്നത് അവന് മാത്രമായിരിക്കണം ഏറ്റവും വലിയ താഴ്മയും വിനയവും പ്രകടിപ്പിക്കേണ്ടത്, അത് അവനോട് മാത്രമായിരിക്കണം. അപ്പൊ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇല്ലായ്മയിൽ നിന്ന് നമ്മെ ഉണ്മയിലേക്ക്, അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണല്ലോ. എങ്കിൽ ആ പടക്കുക എന്ന പ്രവർത്തനം അത് ഞാനാണ് നടത്തിയത് എന്ന് അല്ലാഹു തആല പറയുന്നു. മറ്റ് ഈ ലോകത്ത് ഒരു ശക്തിയും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അവരാണ് എന്ന അവകാശവാദം പേരിന് പോലും ഉന്നയിക്കുന്നു പോലുമില്ല. ഇവർ ദൈവങ്ങളായി കാണുന്ന മറ്റു ആരാധ്യ വസ്തുക്കളും ഒന്നിനെയും പടച്ചതായി അവർക്ക് പോലും അവകാശവാദമില്ല. അപ്പൊ ആ സ്ഥിതിക്ക് എല്ലാത്തിനെയും പടച്ച ഇവരെ തന്നെയും സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധ്യനായി കാണാവൂ, അഥവാ അവനോട് മാത്രമേ പരമമായ വണക്കവും താഴ്മയും പ്രകടിപ്പിക്കാവൂ. ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹു അല്ലാത്ത മറ്റാർക്കും വകവെച്ചു കൊടുക്കരുത്. വേറെ ഈ ലോകത്തൊരു ദൈവവും ഇല്ല, ഒരു ആരാധ്യനും ഇല്ല എന്ന കാര്യം ഉറക്കെ പ്രഖ്യാപിക്കണം. ഇതിന് അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ പ്രഖ്യാപനത്തിന്റെ അന്തസത്തയും അതേപോലെ തന്നെ അതിന്റെ പൊരുളും. അതുകൊണ്ട് തന്നെ ലഹു ദഅവത്തുൽ ഹഖ്,
അള്ളാഹുവിനാണ് സത്യനിഷ്ഠമായിട്ടുള്ള ആരാധന എന്ന ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഖാല അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഹു ദഅവത്തുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അത്തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വം സ്ഥിരീകരിക്കുക എന്നതാണ് അതിന്റെ താല്പര്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖതാദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പല മഹാന്മാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ തന്നെ രേഖപ്പെടുത്തുന്നു. ലഹു ദഅവത്തുൽ ഹഖ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന ആ സന്ദേശമാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. അതേസമയത്ത് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, ഇബ്നു കസീർ തന്നെ രേഖപ്പെടുത്തുകയാണ്, വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ ആരാധന നടത്തുന്ന ആളുകൾ, അതായത് ഐവ മസലുല്ലദീന യഅ്ബുദൂന ആലിഹത്തൻ ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരോട് ആരാധന ചെയ്യുന്ന ആളുകളുടെ ഉദാഹരണം ഇല്ലാ കബാസിത്തി കഫൈഹി ഇലൽ മാഇ, വെള്ളത്തിലേക്ക് കൈനീട്ടുന്നവനെ പോലെ അല്ലാതെ മറ്റൊന്നുമല്ല അവരുടെ ഉദാഹരണം. അതായത് വെള്ളത്തിലേക്ക് കൈനീട്ടുന്നവൻ അലി റളിയല്ലാഹു പറഞ്ഞതായി ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ് ഇവിടെ. കമസലില്ലദീ യതനാവലുൽ മാഅ മിൻ തർഫിൽ ബിഇരി ബിയദിഹി, കിണറിന്റെ സമീപത്ത് നിന്ന് കൈ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ലഭിക്കാൻ കൈയിങ്ങനെ ആ കിണറിലേക്ക് ഒരാൾ നീട്ടുന്നു. വഹുവല യനാലുഹു അബദൻ ബിയദിഹി, ആ കിണറിലേക്ക് എത്താത്ത വിധത്തിൽ കൈയിങ്ങനെ നീട്ടിപ്പിടിച്ചതുകൊണ്ട് ഒരിക്കലും അവന്റെ വായിലേക്ക് വെള്ളം എത്തുകയില്ല. കാരണം കിണറിലേക്ക് അവന്റെ കൈ തന്നെ എത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് അഫകൈഫ യബ്ലുഗു ഫാഹു, ആ വെള്ളം അവന്റെ വായിലേക്ക് എത്തുക എന്ന് ഇബ്നു കസീർ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നത് അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ. കാരണം അവനാണ് എല്ലാ കഴിവിന്റെയും കാര്യത്തിന്റെയും യഥാർത്ഥ ഉടമസ്ഥൻ. അവൻ തീരുമാനിക്കുന്നതനുസരിച്ചും അവന്റെ സപ്പോർട്ടോടുകൂടെയും മാത്രമേ ലോകത്ത് എല്ലാ കാര്യങ്ങളും നടക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിന്റെയും പരമമായ സൃഷ്ടാവും അതേപോലെ അതിന്റെ കാരണക്കാരനും എന്ന അർത്ഥത്തിൽ, എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവെ മാത്രമേ കാണാവൂ, മറ്റാരെയും ആ വിധത്തിൽ കണ്ടുകൂടാ. അതുകൊണ്ടാണ് പരമമായ വണക്കം എന്ന ആരാധിക്കപ്പെടാൻ അർഹതയുണ്ട് എന്ന ആ കാഴ്ചപ്പാടും ആ വിശ്വാസവും ആ ചിന്താഗതിയും ഇത് അള്ളാഹുവിന് നേരെ മാത്രമേ വെച്ചു പുലർത്താൻ പാടുള്ളൂ എന്ന് ഖുർആൻ പറയുന്നത്. ഇത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ സന്ദേശം അത് കൃത്യമായി ഉദ്ഘോഷിക്കുകയും അതേപോലെ തന്നെ ഉറക്കെ പറയുകയും ചെയ്യുന്ന ഒരു മഹിതമായ സന്ദേശവുമാണ്. ആ സന്ദേശത്തിന് വിരുദ്ധമായ ശൈലിയാണ് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുണ്ട് എന്ന് വാദിക്കുന്നത്. പടച്ച തമ്പുരാനല്ലാതെ മറ്റാർക്കെങ്കിലും ആരാധിക്കപ്പെടാൻ അർഹതയുണ്ട് എന്ന വാദം അത് ആ ഗണത്തിൽ പരിഗണിക്കപ്പെടുന്നതാണ് എന്നത് പ്രത്യേകം നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യനും ലോകത്തില്ല. അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെല്ലാം ഒരു വൃഥാ വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെന്ന് പറഞ്ഞ് അവർ കാണുന്ന കല്ലുകൾക്കും അതേപോലെ തന്നെ പ്രതിഷ്ഠകൾക്കും ബിംബങ്ങൾക്കുമൊന്നും യാതൊരു വിധത്തിലുള്ള കഴിവുകളോ കാര്യമോ ഇല്ല. കിണറിന്റെ സമീപത്ത് പോയി നിന്ന് കൈയിങ്ങനെ നീട്ടിപ്പിടിച്ച് വായിലേക്ക് വെള്ളം എത്തണമെന്നൊരാൾ ആവശ്യപ്പെട്ടാൽ ഒരു തുള്ളി ജലം വായിലേക്ക് എത്താത്തതുപോലെ മാത്രമേ അവരുടെ ആരാധനയും അവരുടെ ആവശ്യപ്പെടലുമെല്ലാം നടക്കുന്നുള്ളൂ. അഥവാ അതിന് യാതൊരു വിധത്തിലുള്ള പോസിറ്റീവ് റിസൾട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നത്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഒന്നുകൂടി പറഞ്ഞു, മഅനൽ കലാമി, ഈ പറഞ്ഞ ആയത്തിന്റെ ഈ വാക്കുകളുടെ അർത്ഥം അന്ന ഹാദല്ലദീ യബ്സുതു യദഹു ഇലൽ മാഇ, വെള്ളത്തിലേക്ക് കൈനീട്ടുന്ന മനുഷ്യൻ ഇമ്മാ ഖാബിലൻ വ ഇമ്മാ മുതനാവിലൻ ലഹു മിൻ ബുഅദിൻ, ഒന്നുകിൽ കൈയിങ്ങനെ കൂട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ അവൻ ആ കൈയിനെ ദൂരത്ത് നിന്ന് കൈ ഉപയോഗപ്പെടുത്തിയിട്ട് വെള്ളം കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നാൽ കമാ അന്നഹു ലാ യൻതഫഉ ബിൽ മാഇ അല്ലദീ ലം യസിൽ ഇലാ ഫീഹി, വായിലേക്ക് എത്താത്ത വെള്ളം കൊണ്ട്, കിണറിലുള്ള വെള്ളം കൊണ്ട് അവന് ഉപകാരം ലഭിക്കാത്തതുപോലെയാണ് അല്ലദീ ജഅലഹു മഹല്ലൻ ലിശുർബി, കുടിക്കാനുള്ള വെള്ളം ഉപയോഗിക്കേണ്ടത് വായിലെത്തിയിട്ടല്ലേ,
അതിനാ വായിലേക്ക് ആ വെള്ളം എത്താത്തതുപോലെ ഫകദാലിക ഹൗലാഇൽ മുശ്രികൂന അല്ലദീന യഅ്ബുദൂന മഅല്ലാഹി ഇലാഹൻ ഗൈറഹു. അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരെ ആരാധിക്കുന്ന ബഹുദൈവാരാധകന്മാർ ഇപ്രകാരമാണ്. അഥവാ ലാ യൻതഫിഊന ബിഹിം അബദൻ ഫിദ്ദുനിയാ വലാ ഫിൽ ആഖിറ. ഈ ആരാധന കൊണ്ട് ദുനിയാവിലോ ആഖിറത്തിലോ അവർക്ക് യാതൊരു ഉപകാരവും ലഭിക്കില്ല. വലിഹാദാ ഖാല, ഇതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. സത്യനിഷേധികളുടെ ഈ ആരാധന അത് വൃഥാവിലാണ്, വഴികേടിലാണ്, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതല്ല എന്ന് അല്ലാഹു പറഞ്ഞത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഗൗരവത്തോടുകൂടെ ഞാനൊരു കാര്യം ഉണർത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുശ്രിക്കുകൾക്കെതിരെ ഇറങ്ങിയ ആയത്തുകൾ മുസ്ലിമീങ്ങളുടെ മേലിൽ വെച്ചുകെട്ടി മുസ്ലിമീങ്ങളിൽ ശിർക്കാരോപിക്കാനുള്ള അങ്ങേയറ്റം വൃത്തികെട്ടൊരു ശൈലി സ്വീകരിക്കുന്ന നമ്മുടെ നാട്ടിലെ ചില ആളുകൾ അവർ ഇതേ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് ഇസ്തിഗാസ നടത്തുന്ന മുസ്ലിമീങ്ങൾക്കെതിരിൽ ഈ ആയത്ത് ഓതുന്നത് നിരന്തരം നമ്മൾ കേൾക്കാറുണ്ട്. അത് വാസ്തവത്തിൽ വഴി തെറ്റിപ്പോയ ആളുകളുടെ ഒരു ശൈലിയാണ്. മുശ്രിക്കുകളുടെ മേലിൽ ഇറങ്ങിയ ആയത്തുകൾ മുസ്ലിമീങ്ങളുടെ മേലിൽ വെച്ചുകെട്ടി അവർക്കു നേരെ ശിർക്ക് കൊണ്ടുള്ള ദുരാരോപണം ഉന്നയിച്ച് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാനുള്ള അങ്ങേയറ്റത്തെ അപകടകരമായിട്ടുള്ള ഒരു ശൈലി അത് സ്വീകരിക്കുന്ന പിഴച്ച സ്വഭാവം സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളുടെ വാദത്തിൽ നമ്മൾ ആരും പെട്ടുപോകരുത്. ഇപ്പൊ കടങ്ങൾ ഇവിടെ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് ഫകദാലിക ഹൗലാഇൽ മുശ്രികൂന അല്ലദീന യഅ്ബുദൂന മഅല്ലാഹി ഇലാഹൻ ഗൈറ. അല്ലാഹുവിന് പുറമെ ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്നവർക്ക് ലാ യൻതഫിഊന ബിഹിം അബദൻ ഫിദ്ദുനിയാ വലാ ഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അത് ഉപകരിക്കില്ല എന്നല്ലേ ഇവിടെ രേഖപ്പെടുത്തിയത്. എല്ലാ മുഫസ്സിറുകളും അല്ലാഹു അല്ലാത്തവരെ ആരാധ്യ വസ്തു എന്ന അർത്ഥത്തിൽ അല്ലാഹു അല്ലാത്തവരോട് വല്ലതും ആവശ്യപ്പെടുന്നതിനെയാണ് ഇവിടെ ആരോപിക്കുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്ന വിശ്വാസത്തിന്റെ ഉടമകളായ മുസ്ലിമീങ്ങൾക്ക് നേരെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയാണ് എന്ന് ഇസ്തിഗാസയെക്കുറിച്ച് അല്ലെങ്കിൽ തവസ്സുലിനെ കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പറയുന്നതിൽ സത്യത്തിന്റെ തരിമ്പുമില്ല എന്ന വസ്തുത പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. കാരണം ഇവിടെ ഈ ആയത്തിന് വ്യാഖ്യാനം പറഞ്ഞപ്പോൾ ഇബ്നു കസീർ പറഞ്ഞ ഒരൊറ്റ ഉദ്ധരണി മാത്രങ്ങൾ ചിന്തിച്ചാൽ മതി. എന്താണ്? ലാ യൻതഫിഊന ബിഹിം അബദൻ ഫിദ്ദുനിയാ വലാ ഫിൽ ആഖിറ. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആ ആരാധിക്കുന്നവർക്ക് ഒരു ഉപകാരവും ദുനിയാവിലും ആഖിറത്തിലും കിട്ടൂല. എന്നാൽ അല്ലാഹു അല്ലാത്ത മഹാന്മാർ അവർ മഹാന്മാരാണെന്ന കാഴ്ചപ്പാടോടുകൂടെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണെന്ന കാഴ്ചപ്പാടോടുകൂടെ അവരെ അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി ആവശ്യമുന്നയിക്കണം, റെക്കമെൻഡ് ചെയ്യണം എന്ന ചിന്തയോടുകൂടെ ആ മഹാന്മാരെ അപ്രോച്ച് ചെയ്താൽ ദുനിയാവിലും ഫലം ലഭിക്കും, ആഖിറത്തിലും ഫലം ലഭിക്കും എന്നത് അവിതർക്കിതമായ കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇബ്നു കസീർ ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തി എന്ത് ഇവർക്ക് ദുനിയാവിലും ഉപകാരം ഉണ്ടാവില്ല, ആഖിറത്തിലും ഉപകാരം ഉണ്ടാവില്ല. എന്നാൽ ഇസ്തിശ്ഫാ എന്ന അർത്ഥത്തിൽ അഥവാ ആ മഹാന്മാർ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം എന്ന അർത്ഥത്തിൽ ഒരിക്കലും അവരെ ആരാധ്യന്മാരാക്കുന്നില്ല, അവർക്ക് ആരാധനക്ക് അർഹതയുണ്ടെന്ന് സമ്മതിക്കുന്നില്ല, അവരെ അള്ളാഹുവിന്റെ അടിമകളാണെന്ന് പേർത്തും പറഞ്ഞുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവർക്ക് പ്രത്യേകം അടുപ്പമുള്ളവന്റെ ഇഷ്ടദാസന്മാരാണ്, ആ ഇഷ്ടദാസന്മാരെ കൊണ്ട് നമുക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചാൽ അള്ളാഹു തആല അത് പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന കാഴ്ചപ്പാടിൽ മാത്രം, ആ അർത്ഥത്തിൽ മാത്രം അവരോട് ആവശ്യമുന്നയിക്കുന്ന ഇസ്തിഗാസ അത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുണ്ടെന്നും അവർക്ക് ആരാധിക്കപ്പെടാൻ അർഹതയുണ്ടെന്നും വിശ്വസിക്കുന്നവരുടെ തെറ്റായ നിലപാടിന്റെ അതേ നിലവാരത്തിലുള്ളതാണ് എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഇസ്തിഗാസ കൊണ്ട് ദുനിയാവിൽ മുസ്ലിമീങ്ങൾക്ക് ഫലമുണ്ട്, ആഖിറത്തിലും അവർക്ക് ഫലമുണ്ട്. അതേസമയത്ത് അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചവർക്ക് ദുനിയാവിലും ഫലമല്ല, ആഖിറത്തിലും ഫലമില്ല എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ
ഗുരുവര്യരായ ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അസാബന്നാസ ഖഹ്തുൻ ഫീ സമനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ജനങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള വരൾച്ച വന്നു. അപ്പോൾ ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിന്റെ ഖബറിന്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ്, ഒരു മുസ്ലിം. ആ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന സഹാബത്തിനെ കണ്ട് എന്തായാലും വളർന്നിട്ടുള്ളൊരു മുസ്ലിം. ആ മുസ്ലിം മുത്തനബിന്റെ ഖബറിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഫഖാല, അദ്ദേഹം പറയാണ്, ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ഉമ്മത്ത് മഴയില്ലാതെ വലിയ വിഷമത്തിലാണ്. അതുകൊണ്ട് ആ ഉമ്മത്തിന് മഴ കിട്ടാനൊന്ന് അള്ളാഹുവിനോട് പറയണം. വഫാത്തായി പോയവരോട് വല്ല ആവശ്യവും ഉന്നയിച്ചാൽ അത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിന്റെ പരിധിയിലാണ് വരിക എന്ന് പച്ച നുണ സമൂഹത്തിന്റെ മുന്നിൽ തട്ടിവിടുന്ന വിവരദോഷികളോ അല്ലെങ്കിൽ അക്രമകാരികളോ ആയിട്ടുള്ള ആ സഹോദരങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ഈ ആരോപണത്തിന്റെ ദുരാരോപണത്തിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ് എന്ന്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒന്നാമത്തെ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മുസ്ലിമല്ലേ. ഒന്നുകിൽ റസൂലുള്ളാഹിനെ കണ്ട ആള്, റസൂലുള്ളാഹിനെ കണ്ട സഹാബിയാണ് അത് എന്ന് തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അസ്കലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ശൈലിയും സ്വഭാവമാണ് എന്ത് ആ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്നിട്ട് പറയുന്നത്, ഞാൻ നബിയെ തങ്ങളുടെ ഉമ്മത്ത് മഴയില്ലാതെ വിഷമത്തിലാണ്, ഒന്ന് അള്ളാഹിനോട് ദ്വാരക്കണം മഴക്ക് വേണ്ടി. കാരണം ജീവിച്ച കാലത്ത് സഹാബത്ത്, മുത്തനബി ജീവിച്ചിരിക്കുമ്പോ സഹാബത്ത് മഴക്ക് വേണ്ടി റസൂലുള്ളാഹിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിമ്പറിൽ നിന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തപ്പോൾ ഉടനെ തന്നെ ആകാശം മേഘാവൃതമാവുകയും കോരിച്ചൊരിയുന്ന മഴ ലഭിക്കുകയും ചെയ്ത അനുഭവം അവരുടെ മുന്നിലുണ്ട്. വഫാത്തിന് ശേഷവും വരൾച്ച വന്നപ്പോ സഹാബി ചെല്ലുകയാണ് മുത്തനബിന്റെ ഖബറിന്റെ അടുത്തേക്ക്. അങ്ങനെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് ഈ വിഷയം പറഞ്ഞു. അദ്ദേഹത്തിന് ഉറക്കം വന്നു. ഉറക്കത്തിൽ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് വിവരം പറയാനും മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാനും അതോടൊപ്പം തന്നെ കുറച്ചുകൂടി സോഫ്റ്റായി പെരുമാറാൻ, ജനങ്ങളോട് പെരുമാറാനും ഒക്കെ റസൂലുള്ളാഹി വസിയത്ത് ചെയ്തു. ഇതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു, പടച്ചവനെ, എന്നെ കൊണ്ടാവും പോലെയൊക്കെ ഞാൻ സോഫ്റ്റ് ആവുന്നുണ്ടല്ലോ, ഇതിലധികം എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. എന്നാൽ മുത്തനബിന്റെ ഖബറിന്റെ അടുത്ത് പോയതിനെയോ അല്ലെങ്കിൽ ഈ ആവശ്യം ഉന്നയിച്ചതിനെയോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശിർക്കായി കണ്ടില്ല. അത് ഇസ്ലാമെന്ന് പുറത്തു പോണ ഒരു പണിയായി കണ്ടില്ല. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലായും കണ്ടില്ല. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നതിനെ അവർക്കുള്ള ഇബാദത്തായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു സത്യത്തിന്റെ തരിമ്പുമില്ലാത്ത ദുരാരോപണം ഉന്നയിക്കുന്നവർ കണ്ണ് തുറന്ന് കാണണം ഈ ചരിത്രം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഇബ്നു കസീറുടെ രേഖപ്പെടുത്തുന്നു, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർക്ക് ദുനിയാവിൽ ഫലം കിട്ടൂല. അതേസമയത്ത് ഇദ്ദേഹം വന്ന് ചോദിച്ചു, അവർക്ക് മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത ലഭിച്ചു, ദുനിയാവെന്ന് ഫലം കിട്ടി. ഇനി ആഖിറത്തിൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് ഇസ്തിശ്ഫാ നടത്തിയാൽ, തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെട്ടാൽ മുസ്ലിമീങ്ങൾക്ക് ഫലം കിട്ടുമെന്ന് വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശഫാഅത്തുൽ ഉളുമ എന്ന ആ ഗ്രാൻഡ് റെക്കമെൻഡ് അതെന്തുമാത്രം ഫലമാണ്, ആശ്വാസമാണ് മഹ്ശറിൽ ജനങ്ങൾക്ക് നൽകുക എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആട്ടിനെ പട്ടിയാക്കി പേപ്പട്ടിയാണെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന ഈ അക്ഷന്തവ്യമായ നിലപാടുമായി ഇനിയും ഈ സഹോദരങ്ങൾ മുന്നോട്ടു പോകുന്നത് നിർത്തണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ പറ്റിയാണ് ഈ ആയത്തിലെ ചർച്ച. അല്ലാഹു അല്ലാത്ത മഹാന്മാരോട് സഹായം ചോദിക്കുന്നതിനെ പറ്റി ഈ ആയത്തിലെന്നല്ല ഖുർആനിലെ ഒരു സൂക്തത്തിലും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല എന്നത് 100% സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ലഹു ദഅവത്തുൽ ഹഖ്, അല്ലാഹുവിനാണ് സത്യസന്ധമായിട്ടുള്ള ആരാധന. വല്ലദീന യദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്നവർ ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ആ ആരാധ്യ വസ്തുക്കൾ ഇവർക്ക് ആരാധിക്കുന്നവർക്കൊരു ഉത്തരവും നൽകില്ല. ഇല്ലാ കബാസത്തി കഫൈഹി ഇലൽ മാഇ, വെള്ളത്തിലേക്ക് കൈകൾ നീട്ടുന്നവനെ പോലെ അല്ലാതെ, ലിയബ്ലുഗ ഫാഹു, വെള്ളം അവന്റെ വായിലേക്ക് എത്താൻ വേണ്ടി കൈ നീട്ടുന്നവനെ പോലെ അല്ലാതെ, ഒമാഹു ബിബാലിഗഹി, എന്നാൽ വെള്ളം അവന്റെ വായിലേക്ക് എത്തുകയില്ല. ഒമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, അവിശ്വാസികളുടെ ഈ ആരാധന അത് വൃഥാവിലാണ്, വഴികേടിലാണ്, ലക്ഷ്യത്തിലെത്തുകയില്ല. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളി, അല്ലാഹുവിനാണ് ആകാശഭൂമിയിലുള്ളവരെല്ലാം സാഷ്ടാംഗം നമിക്കുന്നത്,
തൗഅൻ വകർഹ, സ്വമേധയായും അതേപോലെ നിർബന്ധിതമായും. അതായത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി അവനെ അനുസരിക്കുന്നു എന്ന നിലക്ക് തന്നെ വിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുമ്പോൾ കപടന്മാരും മറ്റുമൊക്കെ നിർബന്ധിതമായി ഇഷ്ടമില്ലെങ്കിലും സുജൂദ് ചെയ്യേണ്ടി വരുന്നു. വളിലാലുഹും, അവരുടെ നിഴലുകളും സുജൂദ് ചെയ്യുന്നു. ബിൽ ഗുദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും നിഴല് നന്നായിട്ട് പ്രകടമാകുന്ന സമയമാണല്ലോ രാവിലെയും വൈകുന്നേരവും ഒക്കെ. അപ്പൊ ആ സമയത്ത് അവർ സുജൂദ് ചെയ്യുമ്പോൾ അവരുടെ നിഴലുകൾ കൂടി അതിൽ പങ്കാളിത്തം വഹിക്കുന്നു. അപ്പൊ ഈ അണ്ടകടാഹത്തിലെ എല്ലാ സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാനെ സാഷ്ടാംഗം നമിക്കുകയാണ്. അതുകൊണ്ട് അവനെ മാത്രം ആരാധ്യനായി കാണാനും മറ്റുള്ളവരെല്ലാം അവന്റെ പടപ്പുകളാണെന്ന് മനസ്സിലാക്കി സൃഷ്ടികളോടുള്ള സമീപനം അവരോട് സ്വീകരിക്കാനുമുള്ള ഒരു സന്മനസ്സുണ്ടാകണമെന്ന ഉത്ബോധനമാണ് ഈ സൂക്തത്തിലൂടെ അള്ളാഹു നമ്മൾ അറിയിക്കുന്നത്. അവൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന ആ മഹത്തായ ചിന്ത നമ്മെ കൃത്യമായി നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.